ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വലിയ ലോങ് വീഡിയോ ഇടാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം തന്നെ ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു റിസപ്ഷനും കല്യാണം എല്ലാം കൂടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ മോളും കൂടിയിട്ടായിട്ട് പോണത്. ആക്ച്വലി എൻ്റെ പീക്കുമ്മേനെ കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഇവളുടെ മുഖമൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഷുവടാ കൊണ്ടുപോകാൻ എന്തായാലും. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞ് മനസ്സിലാക്കി പീക്കു ബിസി ആയിരിക്കും ഓടിക്കളിക്കരുതെന്ന്. അപ്പോൾ ആൾ പ്രോമിസൊക്കെ തന്നിട്ടാട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഊബറിൽ കുറേ ദൂരം പോകണമായിരുന്നു. അന്നൊന്നും സാരില്ല, ഞാൻ അവളുടെ ആ പ്രോമിസ് മാനിച്ച് ഞാനും പീക്കുമ്പും കൂടി കല്യാണത്തിന് വന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അവളുടെ എൻട്രി ഒക്കെ കണ്ടില്ല, രസമുണ്ട്. രഥം എന്നല്ലേ ഇതിനെ പറയുക, രഥത്തിലൊക്കെ അവളെ കൊണ്ടുവന്ന് നല്ല ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. അവളുടെ മേക്കപ്പൊക്കെ നല്ല അടിപൊളി മേക്കപ്പൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഒത്തിരി എടുത്തറിയാത്ത മേക്കപ്പും ഭയങ്കര ക്യൂട്ടായിരുന്നു. ആൾ കാണാൻ ഭയങ്കര പ്രിട്ടിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. അവളുടെ ഓരോ മൊമെൻറ്റ്സും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ ഏജുകാരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് മോൾക്ക് 4 വയസ്സായി. അപ്പോൾ അവളുടെ അടുത്ത് പറയുമ്പോൾ അവൾ പറയും ഈ മനസ്സിന് പറ്റുന്ന ആളെ എനിക്ക് കാണണ്ടേ. ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷനിൽ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടവരല്ലേ കല്യാണം കഴിക്കുക, ആരും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അവൾക്ക് അവളുടെ മനസ്സിനെ ആഗ്രഹിച്ച് കണക്ക് തന്നെ ഒരാളെ കിട്ടിയെന്നാട്ടോ അവൾ പറയുന്നത്. കാരണം നല്ലൊരു 2 പേരും നമ്മൾ ഭയങ്കര മാച്ചാണ് കേട്ടോ. നല്ല ഹൈറ്റ് വെയിറ്റ് വൈസൊക്കെ നല്ല മാച്ച്, ഭയങ്കര ക്യൂട്ട് കപ്പിൾസ്, പെർഫെക്റ്റ് മാച്ച് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവളെ താലികെട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് എനിക്ക് ചെല്ലാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇവൾ കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ഞങ്ങൾ ക്ലോസ് ആയത്. ആക്ച്വലി ഇവൾക്ക് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് നിൻ്റെ ഹെയർ ബണ്ണ്, അതായത് എൻ്റെ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് ഇവൾ എനിക്ക് തന്ന കമൻസ് കേട്ടോ. പിന്നെ ഇവളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 2 ഫ്രണ്ട്സ് കൂടുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുക, മറ്റുള്ളവരുടെ കുറ്റങ്ങളും എല്ലാവരും അല്ല കേട്ടോ ഞാൻ പറയുവാണ്. പക്ഷേ ഇവൾ ഒരാളുടെ കുറ്റമോ കുറവൊന്നും എൻ്റെ അടുത്ത് അവൾ സംസാരിക്കുന്നില്ല. ഞങ്ങൾ വരുമ്പോൾ ഡയറ്റിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ജോക്ക് കളി അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവളെ താലികെട്ട് കഴിഞ്ഞു, ഭയങ്കര സന്തോഷമായി. നെക്സ്റ്റ് നമ്മുടെ പീക്കുമാൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കണം, വിശക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ നമുക്കറിയാമല്ലോ വെജാണ് ആകെ ഉണ്ടായിരിക്കുക. എന്നാലും കുഴപ്പമൊന്നുമില്ല, വെജ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പുളിയോഗരി, പിന്നെ സാമ്പാർ ചോറ്, തൈര് സോദ, രസം ചോറ്, പിന്നെ തോരന്, പുളിയിഞ്ചി, ഇത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഇവരുടെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അതും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കുറച്ച് നേരം കണ്ടിരുന്നു. കുറേ ചടങ്ങുകളുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിലേക്കാളും കുറേ ചടങ്ങുകളും എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വന്നിട്ട് ഒരു ഹിന്ദു ഇങ്ങനത്തെ ഒരു മാരേജിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിലെ പോലെയുള്ള കുറേ പ്രയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. കണ്ടില്ലേ, ഭയങ്കര ഹാപ്പി ആയിട്ടോ എനിക്ക് ഈ മൊമെൻറ്റും ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ. പിന്നെ ഞാൻ അവളുടെ അടുത്ത് ഇടയ്ക്ക് ഒരു ടാറ്റയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾ കഴിച്ചു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കഴിച്ചു പറഞ്ഞു. പിന്നെ അവളും ബിസിയാണ്, ഒത്തിരി ആളുകളെ കാണാനൊക്കെ. അപ്പോൾ ഒത്തിരി ഒന്നും അവിടെ നിൽക്കുന്നില്ല. പിന്നെ എനിക്ക് തിരിച്ചു പോകണം, കാരണം ഊബറിൽ ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ. ഒത്തിരി ദൂരം എന്ന് വെച്ചാൽ 1.25 മണിക്കൂറൊക്കെ പോകണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. എൻ്റെ മോള് പീക്കുമ്പേനെ സംബന്ധിച്ച് ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ എനിക്കും ഹാപ്പി ആയിട്ടുള്ള ദിവസം തന്നെ. ഒന്നാമത്തത് ഫസ്റ്റ് വൺ, എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് കാണാൻ പറ്റി. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ എൻ്റെ മോളെ എനിക്ക് എവിടെയും കൊണ്ടുപോകുക എന്നുള്ളൊരു കോൺഫിഡൻറ്റ് കിട്ടി. അവൾ നല്ല 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 മോളായിട്ട് എൻ്റെ കൂടെ നല്ല കോപ്പറേറ്റ് ചെയ്തു. ഒത്തിരി നേരം ഞങ്ങൾ തമ്മിൽ കളിച്ചു, അതൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എത്രയോളം അതിന് ശേഷം ഞങ്ങൾ അമ്മയും മോളും കൂടി നല്ല കൂട്ട് സെൽഫീസൊക്കെ എടുത്തു. അപ്പോൾ എത്രയോളം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ പറയണം കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ടാറ്റ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.